മിന്നും വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഫ്ലക്സ് ബോർഡ് യുദ്ധവും തുടങ്ങി. കൊല്ലത്തും കണ്ണൂരും KC അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. നയിച്ചവൻ ജനനായകൻ എന്ന വാചകം ഉൾപ്പെടുത്തിയാണ് ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. എന്നാൽ കണ്ണൂരിൽ KCയുടെ ഫ്ലക്സിന് തൊട്ടടുത്ത് സതീശന്റെ ബോർഡും പ്രത്യക്ഷപ്പെട്ടു. കോട്ടയത്ത് വിജയശില്പി KC വേണുഗോപാൽ എന്നെഴുതിയ ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ ആരോ ഒഴിച്ചിട്ടുമുണ്ട്. ബിജീഷ് ഗോവിന്ദൻ കൂടുതൽ വിവരങ്ങളുമായി, ഒപ്പം ലിജോ റോളൻസും. ബിജീഷ്, കണ്ണൂരിൽ എന്താണ് സീൻ? കൂടുതൽ ഫ്ലക്സുകൾ KCക്ക് വേണ്ടിയാണോ? നിഷാദ്, ഇതിനകത്ത് കണ്ണൂർ കാൽടെക്സിലുള്ള സിവിൽ സ്റ്റേഷന് സമീപത്താണ് ഇത്തരത്തിലൊരു ബോർഡ് രാവിലെ കണ്ടത്. അതിനകത്ത് നയിച്ചവൻ നായകൻ എന്നും ദ റിയൽ ലീഡർ എന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പഴയങ്ങാടി മേഖലയിലും വലിയൊരു തരത്തിലുള്ള ഒരു ബോർഡ് വെച്ചിരുന്നു. അതിനകത്തും ഇതേ വാക്കുള്ളത്, സമാനമായിട്ടുള്ള വാക്കുകൾ മറ്റു പല മേഖലകളിലുള്ളതുപോലെ തന്നെ കണ്ണൂരിലും ഉണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് പഴയങ്ങാടിയിൽ ബോർഡ് വന്നതിന് പിന്നാലെ രാത്രിയോടുകൂടിയാണെന്ന് തോന്നുന്നു പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ വിജയങ്ങളുടെ നായകൻ എന്ന പൊതുവെ വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന VD സതീശന്റെ പോസ്റ്റർ വെച്ചുകൊണ്ടുള്ള മറ്റൊരു വലിയ ബോർഡ് ഈ KC പോസ്റ്ററിന് അടുത്തായിട്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് KCക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതിനുള്ള എതിർപ്പാണ് ഇതിലൂടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ KC ഒന്നുകിൽ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ മത്സരിച്ചേക്കുമെന്ന് കരുതപ്പെടുന്ന ഇരിക്കൂറിൽ സമാനമായിട്ട് KCക്ക് വേണ്ടി പോസ്റ്റർ വന്നിരുന്നു. പക്ഷെ മറ്റു മേഖലകളിലൊന്നും KC വേണുഗോപാലിന് വേണ്ടി നേരത്തെ പോസ്റ്ററുകൾ വന്നിരുന്നില്ല. ഇപ്പോൾ ഇരുപക്ഷവും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വെച്ചുകൊണ്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കണ്ണൂരിലെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഏതായാലും കണ്ണൂരിൽ നിന്ന് കൊല്ലത്ത് ലിജോ കൂടി. ലിജോ, അവിടെ പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സുകളുടെ കഥ എന്താണ്? KC വേണുഗോപാലിന് വേണ്ടിയുള്ള ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒന്ന് DCCയുടെ മുൻപിലും മറ്റൊന്ന് കളക്ടറേറ്റിലും മറ്റൊന്ന് ചിന്നക്കടയ്ക്ക് സമീപത്തുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നയിച്ചവൻ ജനനായകൻ എന്ന വാചകം ഉൾപ്പെടുത്തിയാണ് ഫ്ലെക്സ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ ഉണ്ടായിരുന്നില്ല. അതായത് രാത്രിയോടുകൂടെയാണ് പ്രവർത്തകരിൽ ആരോ ഇത്തരത്തിൽ ഫ്ലെക്സ് വച്ചത് എന്നുള്ളതാണ് നേതൃത്വം ഉൾപ്പെടെ മനസ്സിലാക്കുകയും ചെയ്തത്. ഫ്ലെക്സുകൾ അവിടെ നിന്നും എടുത്തു മാറ്റുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. ആ ഭാഗങ്ങളിൽ തന്നെ ഇപ്പോഴുമുണ്ട്. ജില്ലയിൽ അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് അടുത്ത ദിവസം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും, MLA മാരെ കാണുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അതിനു മുന്നോടിയാണ് പ്രവർത്തകരുടെ വികാരം എന്നോണം ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചതെന്നുള്ളതാണ് ചില നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ജോസി ബാബു കോട്ടയത്ത്. ജോസി, കോട്ടയത്ത് പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സുകൾ ആരുടേതൊക്കെയാണ്? നിഷാദ്, ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് വ്യാപകമായി ജില്ലയിലുടനീളം പ്രത്യക്ഷപ്പെട്ടത്. നഗരത്തിലും DCC ഓഫീസിന്റെ പരിസരത്തുമൊക്കെ ഇത്തരത്തിൽ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വിജയശില്പി KC എന്നാണ് ഫ്ലെക്സുകളിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇന്ന് രാവിലെയാണ് അതിലൊരു ഫ്ലെക്സിൽ കരിയോലൊഴിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ സ്ഥാപിച്ചിരുന്ന KC വേണുഗോപാലിന്റെ ഫ്ലെക്സിലാണ് ഇത്തരത്തിൽ കരിയോലൊഴിച്ച നിലയിൽ കണ്ടെത്തിയത്. നിഷാദ്.